ശരിക്കും പണി കൊടുക്കുന്ന സമയത്ത് ആ സംയുക്തയുടെ ഒരു ഫിലിം പ്രൊമോഷന്റെ ഭാഗമായിട്ട് ടോവിനെയൊക്കെ കൂടെ കൊടുത്തില്ലേ, അതിനകത്ത് ഈ വട്ടച്ചൊറി വന്നാണ് മരിച്ചതെന്ന് പറയുമ്പോൾ ടോവിനെ ചിരി അടക്കാൻ വേണ്ടിയിട്ട് പാടുപെടുന്നത്. അതൊരുപാട് ട്രോളും ചെറിയ മീംസും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. സൂര്യയുടെ മലയാളം സൂര്യ ടിവിയുടെ യൂട്യൂബില് സൂര്യ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കും. അതെ അതെ, അറിയാവുന്ന പെൺകുട്ടികളൊക്കെ വിളിച്ച് ഞാനാണെന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ടോപ്പ് കിടക്കുന്നത് ഒരു കാലഘട്ടത്തിൽ നിങ്ങളായിരുന്നു. ഇപ്പൊ രജനീകാന്താണ്. ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല, ഈ അടുത്ത സമയം വരെയും എനിക്ക് തോന്നുന്നു ഈ അടുത്ത സമയം വരെ നമ്മുടെ ജയിലറിന്റെ ട്രെയിലർ വന്നിട്ടാണ് ഏറ്റവും കൂടുതൽ പോപ്പുലർ വ്യൂവേഴ്സിൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് കണ്ടേക്കുന്നത് രജനീകാന്തിലേക്ക് പോയത്. പുള്ളി അതുകൊണ്ട് രജനീകാന്ത് എവിടെയും ക്ഷമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ക്ഷമിക്കുന്നത്. അടുത്ത സമയം വരെ എൻ്റെ 2 എപ്പിസോഡുകളായിരുന്നു ഏറ്റവും ടോപ്പിൽ നിന്ന് ഫസ്റ്റും സെക്കൻഡും പൊസിഷൻ നോക്കിയത്. രജനീകാന്ത് സാറ് മുന്നോട്ട് കയറി. കുഴപ്പമില്ല, പുള്ളിയും കുറച്ച് പേര് അറിയട്ടെ. പക്ഷെ അതിനകത്ത് സംയുക്ത ഇത്രയും പേടിക്കുമെന്ന് നമ്മൾ പോലും വിചാരിച്ചില്ല. ആ മൊമെന്റ് ഇല്ലേ, അത് സംഭവിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പേടിച്ചോടിയിട്ടേ ചുവരിൽ പോയിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു രംഗമുണ്ട്. അതെ 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 അതെ, അത്രയും എക്സ്പെക്ട് ചെയ്തിരുന്നില്ലല്ലോ ശരിക്കും ചെയ്യുന്ന സമയത്ത്. അതൊരു എന്താ പറയണ്ടേ, ഈ പ്രാങ്ക് ഷോകളിൽ ഇപ്പം ഞാൻ ചെയ്തതിൽ വെച്ചിട്ട് ഒരു ഷോയിൽ ഏറ്റവും ഹൈപ്പിൽ നിൽക്കുന്ന ഒരുപാട് പേര് കണ്ടിട്ടുള്ള ഒരു ഷോയാണത്. അതുണ്ടായ സാഹചര്യവും വളരെ വ്യത്യസ്തമാണ്. കാരണം വെച്ചാൽ ഞാൻ അന്ന് ഭയങ്കരമായിട്ട് പനി പിടിച്ച് വീട്ടിൽ കിടക്കുകയാണ്. അപ്പം കിടക്കുമ്പോൾ നമ്മുടെ ഉണ്ണികൃഷ്ണൻ ചേട്ടനുണ്ട്, സൂര്യ ടി വി, ശരത്തിന് അറിയാവുന്നതാണ്. ബ്രോയ്ക്ക് അറിയാവുന്നതാണ്. ഉണ്ണിച്ചേട്ടനൊക്കെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് വരണം. അപ്പോൾ ഫിലിം പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ടൊവിനോ അടക്കമുള്ളവരവിടെ ഉണ്ട്. പക്ഷേ എനിക്ക് എത്തപ്പെടാൻ എഴുന്നേക്കാൻ പോലും വയ്യാത്ത സാഹചര്യമായിരുന്നു. എൻ്റെ ഫേസ് കണ്ടാൽ അറിയാം. എന്നോട് ആൾക്കാർ ചോദിച്ചു കള്ളു പിടിച്ച് ഫിറ്റായിട്ടാണോ ചെയ്തതെന്ന് ചോദിച്ചു. കണ്ണൊക്കെ ചുമന്നിരിക്കുകയാണ്. അന്നിങ്ങനെ ബെഡിൽ കിടക്കുകയാണ്, എഴുന്നേക്കാൻ വയ്യാതെ. ഒരു ഐഡിയ ഇല്ല. ഇവരെന്നെ വണ്ടി വിളിച്ച് അതിനകത്ത് എടുത്ത് വെച്ചുകൊണ്ട് പോകുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഉണ്ടെങ്കിൽ വല്ല ബോംബോ തോക്കോ വല്ലതും ഉണ്ടെങ്കിൽ എടുത്തോ, എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് പോകുന്ന വഴിക്ക് ആ പോലീസുകാരായിട്ട് അഭിനയിച്ച ഒരാൾ ഷാജഹാൻ നമ്മളോട് നേരത്തെ തൊട്ട് പ്രാങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. രണ്ടാമത്തെ ആൾ പെട്ടെന്ന് ഓർമ്മ വന്നത് പുള്ളിയുടെ ഒരു ലുക്കിലൊരു പോലീസുകാരനെ നോക്കും. നമ്മുടെ അദ്ദേഹം ഒരു ടൈലറാണ്, ഇവിടെ നമ്മുടെ ചെമ്പുമുക്കിലുള്ള സ്റ്റാർ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിൻ്റെ ഓണറാണ്. ആ പുള്ളി ആൻ്റണി എന്നാണ്, പുള്ളിയെ വിളിച്ച് ആൻ്റണി ഒന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും, ഇവർക്കൊരു ഐഡിയ ഇല്ലായിരുന്നു, എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. ചെന്ന് യാത്രക്കിടയിൽ ഉണ്ടായ ഒരു സാഹചര്യമാണ്. ഇങ്ങനെ ഒരു സാധനം വെറുതെ തട്ടിത്തെറിപ്പിച്ച് പോകാം, വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് ചെയ്തതാണ്. പക്ഷെ നന്നായിട്ട് വർക്കായി. ടൊവിനോ നന്നായിട്ട് സഹകരിച്ച്. ടൊവിനോയും പിന്നെ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ കൈലാഷും ടൊവിനോയും അവർക്ക് രണ്ടുപേർക്കും അറിയാമായിരുന്നല്ലോ. അപ്പുറത്തിരിക്കുന്ന സംയുക്തയ്ക്കും പിന്നെ നമ്മുടെ ദിവ്യ പിള്ളയാണ്. ദിവ്യ പിള്ള പിന്നീട് എൻ്റെ സിനിമയിലെ നായികയായി, ഉണ്ണി മുകുന്ദൻ്റെ നായികയായി ഷെഫീഖിൽ. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും അറിയില്ലായിരുന്നു. പക്ഷേ സംസാരിച്ച് വന്ന ഒരു ഫ്ലോയിൽ കുറേ പിന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിച്ചതൊക്കെ തമാശയായി മാറി എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ ഈ പ്രാങ്ക് ഷോയിൽ ലൈവായിട്ട് എന്തെങ്കിലും പറയുമ്പോൾ ഈ തമാശ ജനിക്കുന്നത് തന്നെ പിറ്റേ ദിവസം പ്രേക്ഷകരത് കാണുമ്പോഴാണ്. അവർ ചിരിച്ചില്ലെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞതെല്ലാം വേസ്റ്റ് ആയിരുന്നു. അതൊരു വലിയ പ്രയാസം നിറഞ്ഞൊരു കാര്യമാണ്. നമ്മളൊരു സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ നമുക്ക് തമാശകൾ പ്ലാൻ ചെയ്ത് കൗണ്ടർ അടിക്കാൻ പറ്റും. ഇതവിടെയാണ് തമാശ ഉണ്ടാകുന്നത്. എപ്പിസോഡ് ഓൺ എയർ പോയി കഴിയുമ്പോഴാണ് ഇതെല്ലാം പറഞ്ഞു വിടുകയും ചെയ്ത് നമ്മുടെ കോൺഫിഡൻസിന്റെ പുറത്ത് അവർ ചിരിച്ചില്ല, എന്ത് ചെയ്യും? ഭാഗ്യത്തിന് അങ്ങനെ ചിരിച്ചു എന്നുള്ളതാണ്, ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതുപോലെ ആ സമയത്ത് റിയാക്ഷൻ വെച്ചിട്ടാണല്ലോ ഇത് പ്രതികരിക്കേണ്ടത്. പിന്നെ തീർച്ചയായിട്ടും റിയാക്ഷൻ നോക്കണം. പിന്നെ അപ്പൊ തന്നെ ഇത് കൗണ്ടർ അടിച്ച് മാറും വേണം. അടിച്ചാൽ തന്നെ ഇപ്പൊ ശങ്കരൻ കൊരട്ടി എന്ന് പറയുന്നത് ചക്രവരട്ടി എന്ന് പറഞ്ഞിട്ട് ശങ്കരൻ കൊരട്ടിയാണെന്ന് പറയുമ്പോൾ ശങ്കരൻ കൊരട്ടി വേണം, അടുത്ത റിയാക്ഷൻ അനുസരിച്ച് പോവും വേണം, സ്വിച്ച് ചെയ്യണം. അതെ അതെ, ചില പേരുകളൊക്കെ പറയുന്നത് അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇപ്പൊ അടുത്ത സമയത്ത് കലാമണ്ഡലം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ എഴുതിയാലേ കലാം ആൻഡ് ആലം കണ്ടായിരുന്നു എപ്പിസോഡ്, അനുവിന്റെ ഒരു എപ്പിസോഡാണ് കലാം ആൻഡ് ആലം. അതിനകത്തൊരു കലാം ഉണ്ട് ആൻഡ് ആലം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിന്ന് ചേർത്ത് കഴിയുമ്പോൾ കലാമണ്ഡലം, അങ്ങനെ കുറെ പേരുകൾ ആ സമയത്ത് ഇങ്ങനെ വർക്കായിട്ടുണ്ട്. ശവപ്പെട്ടി കൊളാബ് എന്ന് പറയുന്നത് അത് റീസെന്റ് ആയിട്ട് ചെയ്തതാണ്. ആരും ചിന്തിക്കാത്തൊരു സാധനമാണ്. അപ്പൊ ഞാൻ ആ എപ്പിസോഡ് കാണുന്ന സമയത്ത് ഇത് ശവപ്പെട്ടിയാണോ കൊളാബ് എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടല്ലോ. അതെ അതെ, ശവപ്പെട്ടിയാണോ കൊളാബ് എന്ന് പറയുന്ന ഒരു സാധനത്തിൽ വന്നിട്ട് ശരിയാണ്. ഞാൻ ആ മറ്റേ വിവിയാണ്, വിവി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആക്ട്രസ് കൂടിയാണ്. അപ്പോൾ വിവിയെ ഇങ്ങനെ വിളിച്ചിട്ട് അത് സംസാരിക്കുമ്പോൾ ഒരു കൊളാബാണ്. അപ്പോൾ സംസാരിക്കുമ്പോഴേക്കും ഒരു ബോക്സ് ആണ്. അപ്പോൾ ഹാമ്പർ ബോക്സ് എന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്നും വിട്ടുകൊടുക്കേണ്ടത്. നമ്മുടെ ഉദ്ദേശം എന്താണ്? ശവപ്പെട്ടിയുടെ കൊളാബാണല്ലോ. അപ്പോൾ ഇങ്ങനെ പൊക്കോട്ടിരിക്കുന്ന സമയത്തേക്ക് ശവപ്പെട്ടിയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്പ്രഷൻ. അതെ അതെ, അവര് വാങ്ങുന്നില്ല, ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് ശവപ്പെട്ടിയെ കുറിച്ച് പറയുന്ന സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് സ്പോണ്ടേനിറ്റി ഉണ്ടല്ലോ. ഇപ്പൊ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് രജനീഷ് എന്ന് പറയുന്ന ഒരു ബുദ്ധിജീവിയാണ്. അതെ അതെ, ഞാൻ നിങ്ങളെ കാണുന്നത് അങ്ങനെയാണ്. ശരിക്കും നിങ്ങളുടെ ഈ ലുക്കേ ചേരില്ല. അതെ അതെ, നിങ്ങൾക്ക് ഒരു ഗ്രാഫിക്സ് വേണമെങ്കിൽ ഒരു വലിയ താടിയും കുറച്ച് മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് മൂക്കിലൊക്കെ ഒരു റിങ് ഇട്ട് 5-6 വളയൊക്കെ ഇട്ട് ഇരുത്തേണ്ട ഒരാളാണ്. കാരണം നിങ്ങൾ ബുദ്ധിജീവിയെ ആ ഒരു തലത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇപ്പൊ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ശ്യാമപ്രസാദ് സാറിന്റെ എപ്പിസോഡ് ഉണ്ടായിരുന്നു, ഗംഭീരമായിട്ട്.
നിങ്ങളുടെ ചോദ്യങ്ങൾ അതും ശ്യാമപ്രസാദ് സാറിന്റെ എപ്പിസോഡുകൾക്ക് ഇതുവരെയുള്ള ഇന്റർവ്യൂസ് ഞാൻ ഫോളോ ചെയ്യാറുള്ള ഒരാളാണ്. പക്ഷേ ഇങ്ങനത്തുള്ള ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞാണോ? ഇത് പ്രാങ്ക് അല്ലല്ലോ. അല്ലല്ലേ എന്നെ പോയിരുത്തുമ്പോ ഞാനും എന്തെങ്കിലുമൊക്കെ പോയിരുത്തണം വിചാരിച്ചു പറയുന്നത്. അല്ല, എനിക്ക് സംശയമുണ്ട് കേട്ടോ. നിങ്ങൾ ഇനി എന്തെങ്കിലും ഹിഡൻ ക്യാം ഇപ്പൊ ശരത്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ശരത്തൊക്കെ അതിനകത്ത് മിന്നടിച്ച ആൾക്കാരാണ്. ശരത്തിനൊക്കെ ശരിക്കും പറഞ്ഞാൽ 1500 വയസ്സുണ്ട്. കാരണം വെച്ചാല് എത്ര വർഷമായി ഞാൻ കാണാൻ തുടങ്ങിയെന്നറിയോ? പുലുമാല് സൂര്യയിൽ തുടങ്ങുന്ന സമയത്തേ മുതലുണ്ട്. അതിനു മുമ്പേ ഉണ്ടെന്ന് തോന്നുന്നു. ഓ, അതിന് തരികിട ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് കാണാൻ ശരത്തിനെ ആലോചിച്ചിട്ടാണ് സൂര്യ TV തുടങ്ങിയതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്ര പഴക്കം ഉണ്ടാവും. അല്ല, ശരിക്കും ശരത്തിന്റെ ക്യാമറ വല്ലതും ശരത്തിനെ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഇപ്പൊ ഇന്നോ? ഇല്ല. അല്ല, എനിക്ക് സംശയമുണ്ട്. ഇല്ല. അയ്യോ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഇവിടെ? ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ഓപ്പൺ ആയിട്ട് തന്നെ ക്യാമറ വെച്ചൊക്കെയല്ലേ. അല്ല, അറിയാൻ പാടില്ല. അതേപോലെ തന്നെ ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കുന്നില്ല. പ്രയാഗ മാർട്ടിനും മറ്റേ മറഡോണ സെബാസ്റ്റ്യൻ. അപ്പൊ മറഡോണ എന്ന് പറയുമ്പോൾ അത് ശരിക്കും അഭിനയിക്കുന്ന സമയത്ത് ഞങ്ങള് കാണുമ്പോൾ നമുക്കറിയാം പ്രാങ്ക് ആണ്. പക്ഷെ മറഡോണ എന്ന് മാത്രമേ ഇയാൾക്ക് വരുന്നുള്ളൂ എന്ന് സംശയം തോന്നുന്ന ക്യാരക്ടർ ആയിട്ടുണ്ട്. അത് ഭയങ്കര രസമുള്ള പരിപാടിയല്ലേ. അതെ. അപ്പോൾ എനിക്ക് മഡോണ എന്ന് പറയാൻ അറിയില്ല. എൻ്റെ നാവില് മർഡോണ എന്നേ വരത്തുള്ളൂ. ഒരിക്കലും അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അത് പറഞ്ഞോണ്ടിരുന്നത്. മഡോണ എന്ന് പറയാൻ കഴിയില്ല, എനിക്ക് മർഡോണ വരും എന്ന് പറഞ്ഞു. പക്ഷെ അത് പെട്ടെന്ന് മനസ്സിലാവില്ലായിരിക്കും പക്ഷേ. അത് പക്ഷെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കും. ആ ക്യാരക്ടറായി മാറി. ഇന്റർവ്യൂ എടുക്കുന്നതിന് മുമ്പ് കുറച്ച് പ്രാങ്ക് ഇരുന്ന് കണ്ടെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ സ്ഥിരം പരിപാടി. അല്ലെങ്കിൽ ഇതൊരു 3-4 വർഷം മുമ്പുള്ള എപ്പിസോഡുകളാണ്. എനിക്ക് തോന്നുന്നു രജനീഷിന്റെ ഒരു ഒബ്സർവേഷനിൽ കുറെ മുമ്പുള്ള ആദ്യത്തെ കുറെ എണ്ണം കണ്ടു, പിന്നെ ഏറ്റവും അവസാനത്തെ കണ്ടു. ഇടയ്ക്കുള്ളതൊക്കെ മിസ് ചെയ്തു, സമയം കിട്ടിയില്ല. ഇല്ല, പറ്റൂല. മനസ്സിലായി. അല്ലെങ്കിൽ ശവപ്പെട്ടിയുടെ പ്രാങ്ക് ലാസ്റ്റ് ചെയ്തതും പിന്നെ ടൊവിനോടെ ആ ആദ്യകാലം കൊള്ളാം. നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, പോപ്പുലർ വീഡിയോസ് അടിച്ചു നോക്കും. അനൂപിന്റെ പോപ്പുലർ വീഡിയോസ്. എന്നിട്ട് റീസെന്റ് അനൂപ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കും. എന്നിട്ട് പടങ്ങളൊക്കെ ഇപ്പൊ ചെയ്യുന്ന പടങ്ങൾ, ആ പടങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് ഷെഫീഖിന് ശേഷം ഇപ്പൊ സുരേഷ് ചേട്ടനെ കൊണ്ട് പടം ചെയ്യിക്കാനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. സുരേഷ് ഗോപി സിനിമയാണ് അടുത്തത്. അങ്ങനെ ഒരു പ്ലാനിങ് നടക്കുകയാണ്. അപ്പോൾ ഞാൻ ഷെഫീഖിന് ശേഷം ഒരു സ്ക്രിപ്റ്റ് എഴുതിയത് ത്രൂ ഔട്ട് ഒരു ഫൺ നിൽക്കുന്നത്. ഇന്നേ വരെ ഒരു സുരേഷ് ചേട്ടനെ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു സുരേഷ് ചേട്ടനെ കാണിക്കണം, ഹ്യൂമറുള്ള ഒരു സുരേഷ് ചേട്ടനെ കാണിക്കണം എന്നൊരാഗ്രഹം. അങ്ങനെ ആ സ്ക്രിപ്റ്റ് പൂർത്തീകരിച്ചു. അപ്പോൾ ഞാനും എൻ്റെ കൂടെ എഴുത്തിൽ എൻ്റെ സുഹൃത്ത് CB സുബ്രഹ്മണ്യൻ എന്നാണ്. അപ്പോൾ ഞങ്ങൾ ചേർന്നിട്ടാണ് സ്ക്രിപ്റ്റ് ചെയ്തു. അപ്പോൾ സുരേഷ് ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചു. സുരേഷ് ചേട്ടൻ ഫുൾ വായിച്ചു. ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നൊരു പരിപാടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ അറിയാമല്ലോ. അതോടൊപ്പം തന്നെ പ്രൊഡക്ഷൻ ഞങ്ങൾ ഇതിട്ട് ഫൈനൽ ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു മീറ്റിങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു സുരേഷ് ഗോപി സിനിമ ഭയങ്കര ആഗ്രഹമാണല്ലോ. സുരേഷ് ചേട്ടൻ എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമ ചെയ്യുക, അദ്ദേഹത്തെ ഒന്ന് കാണുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം ദൂരെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം കൂടുതലും സംസാരിക്കാനും ഡിസ്കസ് ചെയ്യാനും ഒക്കെ എപ്പോഴും ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ സൂപ്പർ സ്റ്റാർ, അതൊരു വലിയ സ്വപ്നമാണ്. അങ്ങനെയാണ്, അതിൻ്റെ പിന്നിലാണ് പ്രധാനമായിട്ട് നിൽക്കുന്നത്. അതല്ലാതെ തന്നെ 1-2 സിനിമകളുടെ സുരാജേട്ടനോട് സിനിമ സംസാരിക്കുന്നുണ്ട്. പിന്നെ സൈജു കുറുപ്പായിട്ട് വേറൊരു സിനിമ ഇനി സംസാരം നടക്കുന്നുണ്ട്. സിനിമയുടെ പിന്നിലാണ്.